നമസ്കാരം. ലോകത്തെ സമ്പൽ സമൃദ്ധിയുള്ള ഭൂവിഭാഗങ്ങളെല്ലാം പിടിച്ചെടുക്കുക, സ്വന്തമാക്കുക എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എക്കാലത്തെയും നിലപാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി അതിശക്തമായ തോതിലുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചത്. ഇപ്പോൾ വെനസ്വേലയിലെ എണ്ണപ്പാടങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ കൈവശമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് മറ്റു രാജ്യങ്ങളിൽ, അതായത് ഗ്രീൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ ധാതു സമ്പത്താണ് എന്നാണ് ട്രംപിൻ്റെ ചിന്ത. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് ട്രംപ് നാടകീയമായി പിന്മാറിയിരിക്കുകയാണ്. ബ്രിട്ടനും നാറ്റോ സഖ്യകക്ഷികളും എല്ലാം ഒന്നടങ്കം, യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം ട്രംപിനെതിരെ നിലപാടുമായി രംഗത്ത് വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഡൊണാൾഡ് ട്രംപിന് തന്നെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്: ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നാൽ അമേരിക്കയ്ക്ക് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ ഗ്രീൻലാൻഡ് ഇപ്പോഴും ഡെൻമാർക്കിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയ്ക്ക് ചെറിയൊരു ഭൂവിഭാഗം വിട്ടുകൊടുക്കാം എന്ന് ഡെൻമാർക്ക് സമ്മതിക്കുകയും ചെയ്തു. ഇത് എത്ര കാലത്തേക്കാണ് വിട്ടുകൊടുക്കുക എന്ന ചോദ്യത്തിന് ട്രംപ് മറുപടി പറഞ്ഞത് എന്നേക്കുമായിട്ടാണ്, അനന്തമായിട്ട്. കാരണം ഇനി ഒരിക്കലും ആ ഭൂവിഭാഗം വിട്ടു തരികയില്ല എന്ന് തന്നെയാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ധാതു സമ്പത്തൊക്കെയുള്ള ഭൂമി കിട്ടിയാൽ അതുകൊണ്ട് വേണമെങ്കിൽ പോലും തൃപ്തിപ്പെടുന്ന ആളാണ് അദ്ദേഹം. ഏതായാലും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാവരും തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ആഗോള സാമ്പത്തിക ഉച്ചകോടിയിൽ അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. പ്രത്യേകിച്ച് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രസംഗം തന്നെയാണ് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിനെ കണ്ണു തുറപ്പിച്ചത് എന്ന് വേണം കരുതാൻ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടാൻ ഇറങ്ങിയാൽ ശരിക്കും അമേരിക്ക വെട്ടിലാകുമെന്നുള്ള സത്യം ട്രംപിനും മനസ്സിലായിട്ടുണ്ട്. ട്രംപ് പറയുന്നത് താൻ നാറ്റോ സെക്രട്ടറി ജനറലുമായി ചർച്ച നടത്തി, ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തീരുമാനമായതെന്നൊക്കെയാണ്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് ദാവോസിലെ തൻ്റെ പ്രസംഗത്തിനിടെ നിരന്തരമായി യൂറോപ്യൻ രാജ്യങ്ങളെ അധിക്ഷേപിക്കുകയായിരുന്നു. നാറ്റോ സഖ്യ രാജ്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാം അമേരിക്കയാണ് ചെയ്തത് എന്നും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക എന്ന രാജ്യം ഇല്ലായിരുന്നെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ ഇപ്പോഴും ജർമ്മൻ ഭാഷയും അവർ ജപ്പാൻ ഭാഷയും സംസാരിക്കുമായിരുന്നു എന്ന് പോലും കളിയാക്കിക്കൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു. അതായത് അതിൻ്റെ അർത്ഥം ആ രാജ്യങ്ങളൊക്കെ തന്നെ ജർമ്മനിയും ജപ്പാനും ചേർന്ന് സഖ്യം പിടിച്ചടക്കും എന്നുള്ളത് തന്നെയായിരുന്നു. മാത്രമല്ല, നേരത്തെ ഡെയിലി മെയിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് ഈ ഗ്രീൻലാൻഡ് ജനസംഖ്യ തീരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ പൗരനും $1 മില്യൺ വീതം നൽകി അവിടെ നിന്ന് ഒഴിപ്പിക്കാം എന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപാണ് അതും അതിനപ്പുറം ചെയ്യാൻ മടിക്കാത്ത ഒരാളാണെന്നുള്ള നിലയിൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ വല്ലാതെ ആകാംക്ഷയിലായിരുന്നു. കാരണം ഇനി പല രാജ്യങ്ങളും അദ്ദേഹം ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു താൽക്കാലിക പിന്മാറ്റം, ഇത് ഒരു സ്ഥിരം പിന്മാറ്റമാണോ അതോ താൽക്കാലികം തന്നെയാണോ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം ട്രംപിനെ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്. വേറെ എവിടെയെങ്കിലും രാജ്യത്ത് നല്ല ധാതു ലവണങ്ങൾ, അതല്ലെങ്കിൽ എണ്ണയൊക്കെ ഉണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് പതുക്കെ ആക്രമിക്കാൻ എത്തി അവിടെ കീഴടക്കുകയും വേണമെങ്കിൽ അവിടുത്തെ പ്രസിഡന്റിനെ വരെ ആക്രമിച്ച് കീഴടക്കി അമേരിക്കയിൽ കൊണ്ടുവന്ന് ജയിലിട്ടതിന് ശേഷം ആ രാജ്യത്തിൻ്റെ ഭരണം കൂടി ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇറാഖിൻ്റെയൊക്കെ തന്നെ അവസ്ഥ നമ്മളെപ്പോഴും കാണുന്നതാണ്. ഏതായാലും ലോകരാജ്യങ്ങളെല്ലാവരും തന്നെ ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രംപിനെ നേരിട്ടത്. ലോകത്തെ മഹാശക്തികളായ ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും എല്ലാവരും ഒന്നിച്ചു നിന്ന് ട്രംപിൻ്റെ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ ഉൾപ്പെട്ട ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡിഗോഗേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അതായത് ലോകത്തെ പ്രധാനപ്പെട്ട താരതമ്യേന ദുർബലങ്ങളായ രാജ്യങ്ങളെയൊക്കെ തന്നെ കീഴടക്കുക എന്നുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തെ തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർത്ത് തോൽപ്പിച്ചത് എന്ന് വേണം കരുതാൻ. നാറ്റോ സെക്രട്ടറി ജനറലുമായി നടന്ന ചർച്ചയിലെ വിശദാംശങ്ങൾ എന്താണെന്നുള്ള കാര്യം ഇനിയും ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിട്ടുമില്ല. പക്ഷേ ട്രംപിൻ്റെ ഒരു ശൈലി നമുക്കറിയാം. ആരെയും അംഗീകരിക്കാത്ത, എല്ലാവരെയും പുച്ഛത്തോടുകൂടി കാണുന്ന, വളരെ മ്ലേച്ഛമായ ഭാഷയിൽ ആളുകളെക്കുറിച്ച് വിശേഷങ്ങൾ നടത്തുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു താൽക്കാലിക കീഴടങ്ങൽ മാത്രമാണ് എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. ട്രംപ് അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല. ഇനിയും ഒരുപക്ഷെ ചെറിയ ചെറിയ വാഗ്ദാനങ്ങളും അതല്ലെങ്കിൽ ഭീഷണികളുമൊക്കെയായി ഈ ഗ്രീൻലാൻഡ് പോലെയുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ തന്നെയായിരിക്കും ട്രംപ് നീക്കം നടത്തുക എന്നാണ് സൂചന.